സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിതചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാത് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ. യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഹരി ഓം തത്സ. ജയ ഗുരു, ജയ ഗുരു. കുറച്ച് സ്പീഡൊന്ന് കുറച്ച്. നമുക്ക് എല്ലാവർക്കും കൂടി പതിവ് പോലെ ഒരു 3 തവണ അസലായിട്ട് ഓംകാരം ജപിക്കുക. നാളെ മുതൽക്ക് ഞാൻ നിങ്ങളോട് പറയില്ല അത് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും പൂർണ്ണമായ ഒരു സമർപ്പണത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ആഗോള വ്യാപകമായി വികസിക്കണം. നമ്മളുടെ ഈ സംയുക്ത ധ്വനി കേരളത്തിലോ ഭാരതത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഭൂഗോളത്തിൽ മുഴുവനും വ്യാപിച്ച് അതിൻ്റെ മംഗളപ്രസരണങ്ങൾ എല്ലാ ദിക്കിലും എത്തിക്കണം എന്നൊരു വിശാലത നമ്മുടെ മനസ്സിലുണ്ടാവണം. അതാണതിൽ പ്രധാനം. ദാ ഹരിഹി ഹരിഹി. ഓ ഹരി ഓം തത്സ. ജയ ഗുരു. സമദുഃഖസുഖഃ പൂർണ്ണഃ സമദുഃഖസുഖഃ പൂർണ്ണഃ ആശാനൈരാശ്യയോഃ സമഃ ആശാനൈരാശ്യയോഃ സമഃ സമജീവിതമൃത്യുഃ സൻ സമജീവിതമൃത്യുഃ സൻ ഏവമേവ ലയം വ്രജ ഏവമേവ ലയം വ്രജ. 6-ാമത്തെ അധ്യായത്തിൽ നിന്ന് 1-ാം ശ്ലോകത്തിൽ നിന്നും തുടങ്ങാം. ആകാശവദനന്തോഹം ആകാശവദനന്തോഹം ഘടവത് പ്രാകൃതം ജഗത്
घटवत् प्राकृतं जगत् इति ज्ञानं तथैतस्य इति ज्ञानं तथैतस्य न त्यागो न ग्रहोलयः न त्यागो न ग्रहोलयः महोदधिरिवाहं सः महोदधिरिवाहं सः प्रपञ्चो वीचिसन्निभः प्रपञ्चो वीचिसन्निभः इति ज्ञानं तथैतस्य इति ज्ञानं तथैतस्य न त्यागो न ग्रहोलयः न त्यागो न ग्रहोलयः महोदधिरिवाहं सः महोदधिरिवाहं सः प्रपञ्चो वीचिसन्निभः प्रपञ्चो वीचिसन्निभः इति ज्ञानं तथैतस्य इति ज्ञानं तथैतस्य न त्यागो न ग्रहोलयः न त्यागो न ग्रहोलयः अहं सशुक्तिसङ्काशो अहं सशुक्तिसङ्काशो रूप्यवद्विश्वकल्पना रूप्यवद्विश्वकल्पना इति ज्ञानं तथैतस्य इति ज्ञानं तथैतस्य न त्यागो न ग्रहोलयः न त्यागो न ग्रहोलयः അഷ്ടാവക്ര മഹർഷി നൽകിക്കൊണ്ടിരിക്കുന്ന തത്വോപദേശം, തത്വസിദ്ധാന്തങ്ങളെല്ലാം കേട്ട് ജനകൻ്റെ മനസ്സിൽ അത് നല്ല പോലെ പതിഞ്ഞിറങ്ങി. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആശയം, ആ ആശയം തത്വമാകട്ടെ, മൂല്യമാകട്ടെ, സിദ്ധാന്തമാകട്ടെ, വൈകാരികമായ വല്ലതുമാകട്ടെ, ഭാവാത്മകമാകട്ടെ, മനസ്സിൽ നല്ലപോലെ ഇറങ്ങി ചെന്ന് പതിഞ്ഞ് അലിഞ്ഞു ചേർന്നാൽ എന്തു വരുന്നു നിങ്ങൾക്കറിയാമോ? എന്താ വരികയെന്ന് നിങ്ങൾക്കറിയാമോ? മനസ്സിന് മാറ്റം വരും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ശരിയാണോ തെറ്റാണോ? ഈ മനസ്സിന് മാറ്റം വരണത് എങ്ങനെയാണ് നിങ്ങൾ എന്നോടൊന്ന് പറയൂ. നമ്മുടെ വസ്ത്രത്തിൻ്റെ നിറം മാറി മാറി പലതരത്തിലുള്ളത് എടുത്തിടും. അതുകൊണ്ട് ശരീരത്തിന് മാറ്റം വരില്ല. അതൊക്കെ എടുത്ത് മാറ്റി മാറ്റി കളയും. മനസ്സിലൊരാശയം അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തു മാറ്റുക എന്നുള്ളത് സംഭാവ്യമല്ല. അപ്പോൾ ഈ എങ്ങനെയാണ് നിങ്ങൾ ഒരു വിഷയം കേൾക്കുന്നത്, വായിക്കുന്നത്, മനനം ചെയ്യുന്നത്, ഉൾക്കൊള്ളുന്നത്, ശരിയായിട്ടുള്ള വാക്ക് ആത്മസാത്കരിക്കുന്നത്, തൻ്റെ ആത്മാവിൻ്റെ ഭാഗമായി എടുക്കണമത്. സ്വാംശീകരിക്കുക എന്നൊരു വാക്ക് പറയുന്നുണ്ട്. കൂടുതൽ നല്ല വാക്ക് ആത്മസാത്കരിക്കുക എന്നാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല, ഒരു ഗുണമായി കഴിഞ്ഞു. ഇപ്പോൾ സ്നേഹം എന്നൊരു ഭാവം, എല്ലാവരോടും സ്നേഹം തോന്നണം എന്നൊരു ഭാവം ഉണ്ടെന്ന് വയ്ക്കുക. ആ സ്നേഹം, എല്ലാവരോടും സ്നേഹം വേണം, അതാണ് ശരിയല്ലേ? അപ്പോഴേ മനസ്സ് വികസിക്കുള്ളൂ. ആ വികാസമനുസരിച്ച് മനസ്സിന് സന്തോഷവും സ്നിഗ്ധതയും വരും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കി മനസ്സത് ഉൾക്കൊണ്ട് ആത്മസാത്കരിച്ചാൽ പിന്നെ ആ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവില്ല. നിങ്ങൾ വത്സലനായി, സ്നേഹിയായി. അതാണ് ഇവിടെ നടക്കുന്നത്. ജനക മഹാരാജാവ് ചോദിച്ച ചോദ്യത്തിന് തക്കതായ മറുപടി പറഞ്ഞ് പോകുമ്പോൾ അതാ പറയണത് കേൾക്കുക, കേട്ട് ഗ്രഹിക്കുക, ഉൾക്കൊള്ളുക, ആത്മസാത്കരിക്കുക എന്ന് പറയുന്നതിലാണ് വ്യത്യാസം. നമ്മൾ സാധാരണ അഭ്യാസങ്ങളൊക്കെ എന്താണ്? നമ്മുടെ അഭ്യാസങ്ങൾ ഒരു വിഗ്രഹത്തിൻ്റെയോ പടത്തിൻ്റെയോ മുൻപിൽ പൂജ ചെയ്യും. കുറേ പൂക്കളെടുക്കും, എന്നിട്ട് മന്ത്രം ജപിച്ച് അവിടെ അങ്ങോട്ട് വയ്ക്കും. നമ്മൾ ഈ വയ്ക്കണതൊക്കെ ഭഗവാന് കിട്ടുന്നുണ്ടായിരിക്കാം, നമുക്കൊന്നും കിട്ടുന്നില്ല. നമുക്ക് കിട്ടേണ്ടതാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു വേണം? ഈ പുറത്തേക്ക് കൊടുക്കുന്നതിന് പകരം അകത്ത് ഉൾക്കൊള്ളണം. എന്താണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക? മനസ്സിന് പുഷ്പം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. മനസ്സ് ദ്രവ്യവും ഊർജവും ഉൾക്കൊള്ളില്ല. മനസ്സിന് ഉൾക്കൊള്ളാനുള്ളത് മാനസപുഷ്പങ്ങളോ മാനസ ഉത്പന്നങ്ങളോ ആകണം. ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ ആശ്രമത്തിൽ വരുന്നവരോടൊക്കെ പറയുന്നതാണ്,
50 മനോമണിക്കൂറുകൾ നിങ്ങൾ ചെലവ് ചെയ്താൽ ഏത് വിഷയത്തിൽ ചെലവ് ചെയ്യുന്നുവോ ആ വിഷയം നിങ്ങളുടെ മനസ്സിൻ്റെ പൂർണ്ണമായ ഭാഗമായി തീരും. All that you have to do is spend 50 mind hours on a concept, on a point to be absorbed and assimilated by you. You have to spend 50 mind hours. വാസ്തവത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 100 അത് ചുരുക്കിയിരിക്കുക. ഒക്കെ കൺസെഷനാണല്ലോ. 50 mind hours if you can spend on any kind of a concept whatsoever. From today onwards you try to spend 50 mind hours on the concept of the soul. I am not the body, I am not the body, I have a body, I have a body, I have a house, I have a car, I have a building, I have many other things. Like them, my body is also something that I have, not I am the body. I am different from the body, I am different from the body, I am different from the body. എനിക്ക് പല സാധനങ്ങളും ഉള്ളതുപോലെ ദേഹവും എനിക്ക് ഉള്ളതാണ്, ഞാനല്ല. ഞാനവിടെ വേറെ നിൽക്കുന്നു. ഞാനാണ് ദേഹത്തെ അറിഞ്ഞ് എനിക്കൊരു ദേഹമുണ്ടെന്ന് പറയുന്നത്. അപ്പം ദേഹത്തെ ഉണരാനും ഉണ്ടെന്ന് പറയാനുമായി ദേഹവിലക്ഷണമായിരിക്കുന്ന ഒരു ഞാനവിടെ വേണം. അപ്പോൾ ആ ഞാൻ ദേഹവിലക്ഷണനാണ്, ദേഹത്തിൽ നിന്ന് അന്യനാണ്. ഈ ഒരൊറ്റ വിഷയത്തിൽ നിങ്ങൾ ഒരു 50 മണിക്കൂർ സമയം ചെലവ് ചെയ്ത് നോക്കൂ. നിങ്ങൾ പിന്നെ ഞാൻ ദേഹമല്ല എന്നുള്ളത് തന്നെത്താനെ എപ്പോഴും മനസ്സിലായി പറഞ്ഞു തുടങ്ങും. പക്ഷേ ആ 50 മണിക്കൂർ ആരും സ്പെൻഡ് ചെയ്യണില്ല, ചെലവ് ചെയ്യണില്ല. അതാണ് നമുക്കുള്ള കുഴപ്പം. ഇതെല്ലാം ഒരു നിയമത്തിനോ ഒരു വ്യവസ്ഥയ്ക്കോ വിധേയമായിട്ടാണല്ലോ നടക്കുന്നത്. മനസ്സിൽ വരുന്ന പരിവർത്തനങ്ങളെല്ലാം പരിവർത്തന നിയമങ്ങൾക്ക് വിധേയമായി നടക്കുന്നതാണ്. നമ്മുടെ മനസ്സ് വേറൊരാൾ മാറ്റാൻ കൂട്ടിയാൽ പറ്റില്ല. അങ്ങനെ മാറ്റാൻ കൂട്ടിയാൽ നമുക്ക് എല്ലാവരുടെ മനസ്സും മാറ്റാമല്ലോ, മനസ്സിൽ പൊടിയിട്ട് പോകാമല്ലോ. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സാണ്. പെറ്റു വളർത്തി അച്ഛനും കൂടി നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ പറ്റില്ല. അച്ഛൻ പറയണത് കേട്ട് നിങ്ങൾക്ക് മനസ്സ് മാറണമെന്ന് തോന്നി മാറ്റല്ലാണ്ട് വേറെ ഒരൊറ്റ വഴിയില്ല. അത് പ്രകൃതിയിൽ തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണത്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അഷ്ടാവക്ര മഹർഷി പറയുന്നത് വേണ്ട മാതിരി കേട്ട് ഗ്രഹിച്ചപ്പോൾ ജനകൻ്റെ ഉള്ളിൽ അദ്ദേഹം തോന്നുന്ന കാര്യമാണ് പറയണത്. അഷ്ടാവക്ര മഹർഷി പറഞ്ഞത് എന്താ? ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ. അതുകൊണ്ട് എല്ലാറ്റിനെയും അലിയിച്ച് ചേർത്ത് ഒന്നാക്കി തീർക്കൂ. 2 എന്നുള്ള തോന്നൽ പോട്ടെ എന്നാണ് പറഞ്ഞത്. അതിന് ജനക മഹാരാജാവ് പറയുകയാണ്, ഞാനിവിടെ ലയിപ്പിക്കാനായിട്ട് ഒന്നും കാണുന്നില്ലല്ലോപ്പാ, ഒന്നേ കാണുന്നുള്ളൂ, ഇവിടെ 2 ഇല്ല. അല എന്നൊരു സാധനം സമുദ്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടോ? ഉണ്ടെങ്കിലല്ലേ ലയിപ്പിക്കണ്ടു. ഈ സമുദ്രത്തിൽ വരുന്ന അലകളെയെല്ലാം ഇനി എന്ത് ലയിപ്പിക്കില്ല? സമുദ്രത്തിൽ തന്നെയാണത്. സമുദ്രം അലയടങ്ങുന്നതാണ്, അല ഉൾപ്പെടുന്നതാണ്. സമുദ്രമല്ലാതെ ഒരു അലയില്ല, അലയില്ലാതെ ഒരു സമുദ്രമില്ല. അപ്പം എൻ്റെ പൊന്ന് അഷ്ടാവക്ര മഹർഷി, ഞാൻ എന്തിനെ ലയിപ്പിക്കാനാ? ഞാൻ അലയെ ഗ്രഹിക്കുന്നില്ല, ത്യജിക്കുന്നില്ല, ലയിപ്പിക്കാനും പറ്റില്ല. എല്ലാം കൂടി ഇവിടെ ഒന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്, കണ്ടുപിടുത്തം. നോക്കൂ, ശിഷ്യൻ എവിടെ നിൽക്കണു, ഗുരു എവിടെ നിൽക്കണമെന്ന്. എനിക്ക് ത്യജിക്കാനുമില്ല, ഗ്രഹിക്കാനുമില്ല, ലയിപ്പിക്കാനുമില്ല. ന ത്യാഗോ ന ഗ്രഹോലയ. എനിക്കിവിടെ ത്യജിക്കാനില്ല. സമുദ്രത്തിന് അലയെ ത്യജിച്ച് കഴിയാൻ പറ്റുമോ? സമുദ്രത്തിന് അലയെ ഗ്രഹിക്കാൻ പറ്റുമോ? വേറെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോഴല്ലേ ഇതിനെ ഗ്രഹിക്കുക എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഗ്രഹണശബ്ദത്തിന് അർത്ഥമില്ല, ത്യജന ശബ്ദത്തിന് അർത്ഥമില്ല. ലയിപ്പിക്കുക എന്നുള്ള വാക്കും അപ്രസക്തമാണ്, അർത്ഥരഹിതമാണ്. ഇതാണ് ജനകൻ്റെ കണ്ടുപിടുത്തം. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിനഃ. സർവഭൂതസ്ഥമാത്മാനം. നമ്മൾ ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനവനെയാണ്.
പക്ഷേ ആ ഞാനെക്കുറിച്ച് കൂടുതൽ വിചിന്തനം ചെയ്ത് അതിൻ്റെ മാനവും പരിമാണവും മാഗ്നിറ്റ്യൂഡൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പ്രകൃതങ്ങളൊക്കെ മാറും. ഞാനെന്ന് പറയുന്നത് എന്താണ്? ശരീരമല്ല, എൻ്റെ ശരീരമാണ്. അതുപോലെ ഞാൻ ഈ പറയുന്നത് മനസ്സാണോ? അതുമല്ല. മനസ്സും എൻ്റെ മനസ്സ് എന്നാണ് ഞാൻ പറയണത്. ചിലപ്പോൾ എൻ്റെ മനസ്സ് നന്നായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും. എടോ, തന്നെ കണ്ടാൽ സുഖമൊന്നുമില്ലല്ലോ, എന്താ മുഖത്തിന് പറ്റിയേ? ഇന്ന് മനസ്സിന് സുഖമില്ലല്ലോ, എൻ്റെ മനസ്സ് മോശമാണ്. അതുമാതിരി ഈ കാര്യം എനിക്ക് ബുദ്ധിയിൽ മനസ്സിലാവുന്നില്ല. എൻ്റെ ബുദ്ധി നിങ്ങൾ വിചാരിക്കണ മാതിരി കൂർത്തതൊന്നുമല്ല. അതുകൊണ്ട് ഒരിക്കൽ വായിച്ചാൽ മനസ്സിലാവണില്ല, 2-3 തവണയൊക്കെ വായിക്കണം. അപ്പോൾ ഇതിനെ എല്ലാറ്റിനെയും നമ്മൾ അകറ്റി വേറെടുത്തിയാണ് സംസാരിക്കുന്നത്. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എനിക്ക് അഹങ്കാരം, എൻ്റെ അഹങ്കാരം. അപ്പം നമ്മൾ ഈ ശരീരമോ അല്ല, മനസ്തലമോ മനസ്സോ അല്ല, ബുദ്ധിതലമോ അല്ല. പിന്നെ എന്താണ് നമ്മുടെ തലം? ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതിനെയെല്ലാം കടത്തിവെച്ച് അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന ഒരു തലമുണ്ട്. അതാണ് ഈ ആത്മതലം. ആ ആത്മതലം എന്ന് പറയുമ്പോൾ ഈ ശരീരത്തെയും മനസ്സെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും താണ്ടിക്കടന്നാൽ അവിടെ ജീവിതത്തിൽ, വ്യവഹാരത്തിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു ഘടകം അവിടെ ബാക്കിയുണ്ടോ? ഇല്ല. അപ്പം അതിനൊക്കെ അപ്പുറമിരിക്കുന്ന ഒരു തലമാണത്. അത് ഏതുപോലെയാണ്? ആകാശത്തെ പോലെ. ബാക്കി എല്ലാ 4 ഭൂതങ്ങൾക്കും ഭൂമി ഖരവസ്തുവാണ്. അതിങ്ങനെ വച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. അത് ഉതിർന്ന് വീണ് ഒഴിക്കുക പിടിക്കുക അങ്ങനെയൊന്നുമില്ല. വെള്ളമാണെങ്കിലോ അത് പരക്കും, പ്രവഹിക്കും. വായുവാണെങ്കിൽ മേപ്പട്ടേക്കും പ്രസരിക്കും. ഇത് 3 എണ്ണമാണ് വസ്തുക്കളിലുള്ള വകഭേദങ്ങൾ. There are 3 kinds of substance, either solid or fluid or gaseous. These are the 3 different forms of substance. When it comes to fire, it is not a substance, it is an energy. ആ അഗ്നിയിൽ നിന്നാണ് you get heat as well as brilliance. ഒന്ന് ലൈറ്റ്, പിന്നെ ഒന്ന് ചൂട്. ഇത് രണ്ടും എനർജിയാണ്. ഇത് 4 നമ്മുടെ ആകാശം. അപ്പോൾ ആകാശത്തിന് ഇതുപോലെയുള്ള പരിമിതികളില്ല. ഭൂമി പരക്കില്ല, ജലം പരക്കും, മേപ്പട്ടയ്ക്ക് പോവില്ല, വായു മുകളിലേക്കും വ്യാപിക്കും. ആകാശമോ സർവ്വദിക്കിലും വ്യാപിക്കും. ആ സർവവ്യാപകത്വം എന്ന് പറയുന്ന ലക്ഷണം, സ്വഭാവം ആകാശത്തിന് കിട്ടിയത് അതിൻ്റെ സൂക്ഷ്മത കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? The permeation or pervading character of anything whatsoever will depend upon the degree of subtlety that substance or that thing has. ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, ഒരു അസ്തിത്വം, അതിൻ്റെ സൂക്ഷ്മത എത്രയോ അതനുസരിച്ചാണ് അത് വ്യാപിക്കുക. അതിസൂക്ഷ്മമാണെങ്കിൽ എല്ലാ ദിക്കിലും വ്യാപിക്കും. അപ്പോൾ ആകാശം അത്യന്ത സൂക്ഷ്മമായതുകൊണ്ടാണ് സർവ്വദിക്കിലും വ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ആകാശത്തെ പോലെ വ്യാപകമാണ് നമ്മുടെ ആത്മാവ്. സർവഭൂതസ്ഥമാത്മാനം. ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന തൻ്റെ ഉള്ളിലുള്ള ഉൾത്തലമുണ്ടല്ലോ, ആ ഉൾത്തലം വാസ്തവത്തിൽ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം എന്നൊക്കെ പറയുന്ന 5 കോശങ്ങൾക്കും അപ്പുറത്ത് കോശാതീതമായി ഒന്നിനാലും കെട്ടപ്പെടാതെ, പരിമിതപ്പെടുത്താതെ, ബന്ധിക്കപ്പെടാതെ ഇടതടവില്ലാതെ വ്യാപിച്ചു കിടക്കുന്ന സ്വതന്ത്രമായിരിക്കുന്ന ഒരു സാന്നിധ്യമാണത്. അപ്പോൾ ആ സാന്നിധ്യം സർവഭൂതസ്ഥമാത്മാനം. അത് എല്ലാ ഭൂതങ്ങളിലും ഒരുപോലെ പരിലസിക്കുന്നു. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നതാണ് ആത്മാന്ന് വരുമ്പോൾ എല്ലാ ഭൂതങ്ങളും അതിലാണെന്നും വന്നു. അപ്പോൾ സർവ്വദിക്കിൽ വ്യാപിച്ചിരുന്ന എല്ലാ ഭൂതങ്ങളും അതിലായിരിക്കുന്ന ആ സാധനമുണ്ടല്ലോ, ഈക്ഷതേ യോഗയുക്താത്മാ. ഈ യോഗം എന്ന് പറയുന്നത് എന്താ? യോഗം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ കൂട്ടിച്ചേർക്കുക, ലയിപ്പിച്ച് ചേർക്കുക, യോജിപ്പിക്കുക എന്നുള്ളതാണ് യോഗശബ്ദത്തിനർത്ഥം.
ഇങ്ങനെ ഒരു യോഗം ബാഹ്യതലത്തിലോ ഭൗതിക തലത്തിലോ ദ്രവ്യതലത്തിലോ നടക്കില്ല. നമ്മൾ കുറച്ച് ഉഴുന്നും മണലും കൂടി കൂട്ടിച്ചേർത്താൽ എന്തുവരും? ഉഴുന്നും മണലും കൂട്ടിച്ചേർത്താൽ മണൽ ഉഴുന്നുകളുടെ ഇടയിൽ പോവാം, പക്ഷെ രണ്ടും കൂടി ചേർന്നൊന്നാവുന്നില്ല. അപ്പം രണ്ടും കൂടി ചേർന്ന് ഒന്നാവുക അതൊരിക്കലും ഒരിക്കലും ഭൗതിക തലത്തിലോ ദ്രവ്യതലത്തിലോ നടക്കില്ല. It is impossible to have a state of yoga or a fruition called yoga in the sphere of materiality or energiality, so to say. If at all yoga is possible, it can only be beyond matter and energy, beyond the body, inside the body, in the supra-material inner levels, if at all. അവിടെ നടക്കുള്ളൂ അത്. അപ്പോൾ യോഗം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലോ ബുദ്ധിയിലോ നടക്കുന്നതാണ്. ബുദ്ധിയിൽ എന്താണ് യോഗം? ഈക്ഷതേ യോഗയുക്താത്മാ. നമ്മുടെ ആത്മാവ് ശരീരം ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തം എന്നതുപോലെ നമ്മുടെ ആത്മാവ് ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമല്ല. നേരെ മറിച്ച് അത് വ്യാപകമാണ്. വ്യാപകമായതിനാൽ എല്ലാറ്റിലുമുണ്ട്. എല്ലാം അതിൽ തന്നെയാണ് എന്ന് വിചാരിച്ച് എല്ലാം അത് എന്നുള്ള ആ രണ്ട് വ്യത്യാസങ്ങളില്ലാതെയാക്കി തീർക്കുന്നതാണ് യോഗം. മനസ്സിലായോ? എന്താ ഒരു മിണ്ടാതെ? ഞാൻ എങ്ങനെയാ അറിയാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന്? I would like you to clearly understand that the concept of yoga is inapplicable to the external world. It is not yogasana. It is not mudra. It is a process and fruition that takes place in the supra-material sphere within your own body, in the level of the mind, intelligence and beyond. ഉള്ളിലുള്ളതെല്ലാം ലയിച്ച് ഒന്നായി തീരും നമുക്കൊരു കാലത്ത്. ഉള്ളിലുള്ളത്. അപ്പോൾ ഉള്ളിലുള്ളത് എന്തൊക്കെയാണ് ലയിക്കുക? നാം ചിന്തിക്കുന്ന സമയത്തൊരു ചിന്തകൻ വേണം. ആ ചിന്തകൻ ചിന്തിക്കുക എന്ന് പറഞ്ഞ ആ പ്രക്രിയ നടത്തണം. തത്ഫലമായി ചിന്തകൾ ഉണ്ടാവണം. അപ്പോൾ ചിന്തകൻ, വിചിന്തനം, ചിന്തകൾ എന്ന് പറയുന്ന 3 എണ്ണം ഉണ്ടല്ലോ. ഈ 3 എണ്ണം ഉണ്ടായത് എവിടുന്ന? അതിനൊരു സ്രോതസ്സും വേണം. അപ്പോൾ 4 എണ്ണമായി. ഇങ്ങനെ 4 എണ്ണം നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ് നമ്മുടെ വിചാരം. പരിശോധിച്ച് നോക്കിയാൽ കാണാം അങ്ങനെ 4 എണ്ണം ഇല്ല. ഒരേ ഒരു മനസ്സാണ്, ഒരേ ഒരു ചേതനയാണ്, ഒരു ചേതസ്സാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ അതിലൊന്നും നടന്നില്ല. എണീറ്റപ്പോൾ ഉടനെ അത് ചിന്തകനായി, വിചിന്തനം ചെയ്തു, ചിന്തകൾ പുറപ്പെട്ടു. ആ ഒന്ന് തന്നെയാണ് ഈ 3ഉം 4ഉം പലതുമാകുന്നത്. അവിടെ രണ്ടാമതൊരു സാധനവും ഇല്ല. ബാക്കി 3 എണ്ണം നോഷണലാണ്. ഒരു പ്രത്യേക രൂപത്തിൽ അവിടെ പ്രതീതികളായിട്ടാണ് സംഭവിക്കുന്നത്. അവിടെ വസ്തുസൃഷ്ടി എന്നൊന്നുമില്ല. നമ്മുടെ അകത്ത് ഒരു സാധനവും പുതിയതായിട്ട് ഉണ്ടാവുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ പറയുന്നത്? ചിന്ത ഉണ്ടായി എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവണമല്ലോ. അവിടെ ഉണ്ടോ? നിങ്ങൾക്ക് തിരഞ്ഞു പിടിക്കാൻ പറ്റുമോ? എത്രയോ ചിന്തകൾ പുറപ്പെട്ടു, ഇല്ലാതെയുമായി. അപ്പോൾ ഉണ്ടായോ? പിന്നെ എന്തിനാ ഉണ്ടായി എന്ന് പറയണേ? മണ്ടത്തരം. പരിശോധിക്കാത്തത് കൊണ്ടാണ് പറയുന്നത്. വിഡ്ഢി, പമ്പര വിഡ്ഢികളാണ് അങ്ങനെ പറയുന്നത്. ആ വിഡ്ഢിത്തം പോവാനാണ് ഈ ജ്ഞാനം. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി നചമേ സ പ്രണശ്യതി എന്ന് ഗീതയിൽ കൃഷ്ണൻ പറയുകയാണ്. എന്നെ എല്ലാ ദിക്കിലും ഒരുപോലെ കാണണം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോലും നല്ല പോലെ കാണുന്നില്ല. ക്ഷേത്രത്തിൽ പോയാൽ അവിടെ ഈശ്വര വിചാരമുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ പൂട്ടി. ഞാൻ പറയും ഒരു പൂജാ റൂമുണ്ട്. കാലത്ത് പൂജയൊക്കെ കഴിഞ്ഞാൽ വാതിലടയ്ക്കും. എന്നിട്ട് ഭഗവാനോട് പറയാതെ ഇനി എൻ്റെ പിന്നാലെ വരരുതേ. എനിക്കിവിടെ പല കാര്യങ്ങളും തിരക്കുകളും ഉണ്ടാവും. അതിൽ പലതൊക്കെ ചെയ്യേണ്ടി വരും. അതിലൊന്നും ഇടപെടരുത് കേട്ടോ. ഞാൻ ഇനി വാതിൽ തുറക്കുമ്പോൾ മാത്രമേ നമ്മൾ തമ്മിൽ ബന്ധമുള്ളൂ എന്നുള്ള നിലയിൽ അവരുടെ പെരുമാറ്റം. നിങ്ങളെങ്ങനെ ഒരു പടത്തിലോ ഒരു വിഗ്രഹത്തിലോ ഭഗവാനെ കാണുന്നുവോ അതുമാതിരി എല്ലാം ഭഗവത് വിഗ്രഹങ്ങളായി, പടങ്ങളായി, ചിത്രങ്ങളായി, വസ്തുക്കളായി നിങ്ങളുടെ മനസ്സിൽ തോന്നണം. യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി. ഇങ്ങനെ നമുക്ക് മനസ്സിനൊരു ഭക്തി വികാസം വരണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? നമ്മുടെ ഭക്തിയെയും ഭക്തി പരിശീലനത്തെയും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുപോകണം.
ഉദ്ധവനെ ഉപദേശിക്കുന്ന സമയത്ത് ഇവിടെ ഉദ്ധവഗീത എന്നൊരു പോർഷൻ ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? എല്ലാവരും വായിച്ചു നോക്കേണ്ടതാണ്. അതിൽ ഉദ്ധവനോട് ഈശ്വരനെ ധ്യാനിക്കുന്ന ക്രമം കൃഷ്ണൻ ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ പറയുകയാണ്, ചതുർഭുജധാരിയായ മഹാവിഷ്ണുവെ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ശരീരം മുഖം മുതൽക്ക് പാദം വരെ നിങ്ങൾ ആദ്യമായി നോക്കി കാണൂ 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 കാണൂ. ആ കാഴ്ച മനസ്സിലങ്ങോട്ട് പതിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ വൈകരുത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ കൂടെ ഉണ്ടോ? പിന്നെ വൈകരുത്. എന്തിനു വൈകരുത്? നമ്മുടെ മനസ്സിൽ നിന്ന് ബാക്കി എല്ലാ ഭാഗങ്ങളെയും വിട്ട് ആ പ്രസന്നമായിരിക്കുന്ന മുഖത്തിൽ മാത്രമാകണം നിങ്ങളുടെ ശ്രദ്ധ. മുഖത്തിൽ മാത്രമായി ശ്രദ്ധ എന്നിരിക്കട്ടെ, പിന്നെ എന്തു വേണം? അവിടെ നിന്ന് ആ മനസ്സിനെ എടുത്ത് ആകാശത്തിൽ ചേർക്കണമെന്ന്. ആകൃഷ്യ വ്യോംനി ധാരയേത് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ. ചിരിക്കുന്ന മുഖത്തിൽ മനസ്സ് പതിഞ്ഞു, ബാക്കിയുള്ളതൊക്കെ ഇല്ലാതെയായി എന്നുണ്ടെങ്കിൽ അവിടുന്നും എടുത്ത് ആകാശത്തിലേക്ക് ഘടിപ്പിക്കണം. ആകാശം എന്ന് പറയുമ്പോഴോ അവിടെ മുഖമില്ല, പ്രസന്നതയില്ല, കണ്ണില്ല, മൂക്കില്ല. ആകാശം എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നതാണ്. അപ്പോൾ സർവവ്യാപകമായിരിക്കണം മനസ്സ്. തത് സർവവ്യാപകം ചിത്തം. അങ്ങനെ ആകാശത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന മനസ്സിനെ അവിടുന്ന് അങ്ങോട്ട് എടുത്തിട്ട് എന്തു വേണം? ന കിഞ്ചിദഭിചിന്തയേത്, ഒന്നും ചിന്തിക്കരുത് എന്ന്. ചിന്തകളെ തന്നെ പൂർണ്ണമായി വിടണം എന്ന്. അങ്ങനെ വരുമ്പോഴാണ് ദ്രവ്യജ്ഞാനക്രിയാഭ്രമ, ദ്രവ്യം, അറിവ്, ക്രിയ എന്ന് പറയണതൊക്കെ വിട്ട് നിങ്ങളുടെ മനസ്സ് ഈ പറഞ്ഞ നിലയിലേക്ക് ഒന്നായി തീരുന്നു. ഇതാണ് അവിടെ പറയുന്നത്. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ 6-ാമത്തെ അധ്യായത്തിലും പറഞ്ഞത്, ന കിഞ്ചിദഭിചിന്തയേത്. അപ്പം നിങ്ങളുടെ ധ്യാനം എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഓർത്തൊരു വിഗ്രഹത്തിലോ പടത്തിലോ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ കുട്ടിക്കാലത്തെ സമ്പ്രദായവും സ്വരൂപവും ഒക്കെയാണ്. ഭക്തിയെ എത്രയും വേഗം നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും നാം പ്രതിഷ്ഠിച്ച് അവിടെ പരിവർത്തനങ്ങളോ പരിഷ്കാരങ്ങളോ ശുദ്ധീകരണങ്ങളോ ഉണ്ടാക്കി ഈ ദ്രവ്യജ്ഞാന ക്രിയാഭ്രമമൊക്കെ താണ്ടിപ്പോയി ഏകമയമായ ഒരു നില നമ്മളെത്തണം. അതിലൊരു മാറ്റവും വരരുത്. അതാണ് ഇവിടെ പറയണത്. യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സജമേന പ്രണശ്യതി. അഹം വാ സർവഭൂതേഷു സർവഭൂതാന്യഥോ മയി ഇതി ജ്ഞാനം തഥൈതസ്യ ന ത്യാഗോ ന ഗ്രഹോലയഃ. ഒന്നുകിൽ ഞാൻ എല്ലാ ഭൂതങ്ങളിലുമുണ്ട്, അല്ലെങ്കിൽ എല്ലാ ഭൂതങ്ങൾ എന്നിലുണ്ട്. ഞാൻ എല്ലാറ്റിലും ഉണ്ടായാലും എല്ലാം എന്നിലുണ്ടായാലും എന്തിനെയാണ് പിന്നെ ഗ്രഹിക്കാൻ ഒന്ന് വേറെ നിൽക്കണത്? അവിടെ ത്യജിക്കാൻ എന്തിനു സാധിക്കും? ഞാൻ എല്ലാ ദിക്കിലുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ത്യജിക്കുക? എല്ലാം എന്നിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു കൂട്ടരാ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ത്യജിക്കാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വിടാനോ പിടിക്കാനോ ലയിപ്പിക്കാനോ ഒന്നുമില്ല മഹർഷേ എന്നാണ് ജനക മഹാരാജാവിൻ്റെ നിവേദനം. നമ്മുടെ യോഗവാസിഷ്ഠ രാമായണത്തിനെ പറ്റി ഞാൻ പലപ്പോഴും പലതും പറയാറുണ്ട്. അപ്പോൾ ശ്രീരാമൻ 16 വയസ്സുള്ളപ്പോഴാണ് ഉപദേശം. അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല, രാജപട്ടം കിട്ടിയിട്ടില്ല, ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. 16 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ്റെ സമ്മതത്തോടു കൂടി ഒരു തീർത്ഥാടനത്തിന് പുറപ്പെട്ട് ആദ്യമായി അയോധ്യാതിർത്തികൾക്ക് പുറത്ത് കിടന്ന് നമ്മുടെ ഈ പറയുന്ന വിശാലമായിരിക്കുന്ന ഭൂമി എന്താണത്? ഹിമാലയാ സമാരഭ്യ യാവത് ഇന്ദു സരോവരം തദ്ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. വടക്ക് ഹിമാലയത്തിൽ നിന്ന് തുടങ്ങി 3 ഭാഗത്തും സമുദ്രത്താൽ ചുറ്റിപ്പെട്ടിരിക്കുന്നതായ നമ്മുടെ ഭൂപ്രദേശം, അതിൽ കന്യാകുമാരിക്ക് അപ്പുറത്ത് ഇന്ദു സരോവരം എന്നൊരു സരോവരം ഉണ്ടായിരുന്നു അത്രേ. അത് കടലിലും മുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഹിമാലയം വടക്ക് ഉത്തരത്തിൽ നിന്ന് തുടങ്ങി തെക്ക് ഭാഗത്ത് ഇന്ദു സരോവരം, ഇന്ദു എന്നാണ് അതിന് പേര്. അവിടെ ഹിമ ആലയം എന്നാണ് അതിന് പേര്. ആ ഹിമാലയത്തിൻ്റെ ഹി എന്ന് പറയുന്ന ആദ്യാക്ഷരവും
ഇന്ദു എന്ന് പറയുന്ന സരോവരത്തിൻ്റെ രണ്ടാമത്തെ അക്ഷരം അന്ത്യാക്ഷരവും എടുത്ത് കൂട്ടിച്ചേർത്ത് ഈ ഭൂപ്രദേശത്തിന് ഹിന്ദു എന്ന് പേരിട്ടു. ആ ഹിന്ദു എന്ന് പറയുന്ന ഭൂപ്രദേശം ആരുണ്ടാക്കിയതാ? തദ്ദേവനിർമ്മിതം ദേശം. അത് ഈശ്വരൻ സൃഷ്ടിച്ചതാ, നമ്മളാരും സൃഷ്ടിച്ചതല്ല. ആ ഭൂപ്രദേശത്തെയാണ് ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നത്. ആ ഹിന്ദുസ്ഥാനം മുഴുവനും ശ്രീരാമൻ ഒരു സന്ദർശനം നടത്തി തീർത്ഥാടനത്തിൻ്റെ പേരിൽ. അതാണ് തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശം. നിങ്ങളൊക്കെ വിചാരിക്കും തീർത്ഥാടനത്തിന് പോണത് പല വിധത്തിലുള്ള ദേവീദേവന്മാരെ കാണാനാണ്. മൈ ഡിയർ സോൾസ്, ഇറ്റ് ഈസ് നോട്ട് സോ. അതല്ല തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശം. യു ഹാവ് ടു ഗെറ്റ് അവേ ഫ്രം യുവർ ഓൺ പ്ലേസ് ഓഫ് ഐഡൻറ്റിറ്റി, ദ പീപ്പിൾ, ദ സൊസൈറ്റി, ദ സൊസൈറ്റൽ സെഗ്മെൻറ്റ് വിച്ച് യു ആർ ഫെമിലിയർ വിത്ത്. ഗെറ്റ് അവേ ഫ്രം എവരിഥിങ്. Get out. You have no friend, no special enemy at all. Go on wandering, seeing from place to place. Now, different kinds of installation, different deities, different temples, etc. become a kind of a provocation or inspiration or attraction for you, that's all. The idea is to make you travel outside your own place. You will no more have any identity with you. People will not recognize you. Try to be exposed to the different sections of the society in the country. Understand far more than what you are till then used to seeing, knowing and moving with. തീർത്ഥാടനത്തിന് പോകുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നും എനിക്കറിയാവുന്ന പ്രജാവിഭാഗങ്ങളിൽ നിന്നും മാറി പുറത്ത് കിടന്ന് സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിച്ചപ്പോഴാണ് ശ്രീരാമന് കാര്യം മനസ്സിലായത്. അയോധ്യയിൽ വളരെ ലാളനയും സുഖഭോഗങ്ങളും ആഭിജാത്യവുമെല്ലാം അനുഭവിച്ചു വളർന്ന ആ രാജകുമാരൻ പുറത്ത് അച്ഛനും അമ്മയും ഒന്നും ആരുമില്ലാതെ പുറത്ത് കിടന്നപ്പോൾ പലരെയും കണ്ടു, പലരോടും സംസാരിച്ചു, പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും സുഖദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം കണ്ടു. ഞാനൊരിക്കൽ ബനാറസിലേക്ക് പോയി. അടുത്ത കാലത്ത് മാർച്ചിൽ ഇനി പോകുന്നുണ്ട്. എല്ലാവരും കൂടി ഒന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ശരി പോവാമെന്ന് വെച്ചിരിക്കുക. അവിടെ ചെന്നപ്പോൾ രണ്ട് കാര്യമാണ് എൻ്റെ മനസ്സിൽ വല്ലാതെ തട്ടിയത്. അവിടെയുള്ള പശുക്കൾ ഇങ്ങനെയാണ് നടക്കുക. അവർക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ആര് കണ്ടാലും ഒരു പഴം കൊടുക്കും. അങ്ങനെയുള്ള പഴം മുഴുവൻ തിന്ന് കഴിഞ്ഞുകൂടെ അവർക്ക് ഒരു കൂസലുമില്ല. അവർക്ക് നമ്മൾ വഴിമാറുന്നതൊഴികെ പശുക്കൾ നമുക്ക് വഴിമാറില്ല. ഇതാണ് ബനാറസിൻ്റെ സ്വഭാവം. പിന്നെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവിടെ ശവത്തിനെ മുട്ടിക്കൊണ്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എവിടെ പോയാലും ശവം. മണികർണിക ഘാട്ടിൽ ദഹിപ്പിക്കാൻ തീരില്ല. ചിലപ്പോൾ അട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് 100, 150, 200, 300 അതിങ്ങനെ വരുന്ന സമയത്ത് ഒരു കട്ടിലിൻ്റെ അടുത്ത് 4 ആൾ ഭാരം വഹിച്ചുകൊണ്ടാണ് വരിക. അപ്പോൾ അവിടെയുള്ളവർക്ക് ശവത്തിനോടൊരു പേടിയോ ഒരു അശുദ്ധമോ ഒന്നും അങ്ങനെയുള്ളതില്ല. അവിടെ കഷ്ടപ്പെട്ട് കഴിയുന്ന ആൾക്കാർ. ഞാൻ പോയ കാലത്ത്, ഇപ്പോൾ സ്ഥിതി വേറെയാവാം. എൻ്റെ അപ്പോ എന്തായിരുന്നു ആ കാഴ്ച! ഞാൻ അവിടെ പോയിട്ട് ശിവനെയൊന്നും കണ്ടില്ല. അവിടെ എല്ലാവരും പോയി കുറേ വെള്ളം മുക്കി ഒഴിക്കണു. അതൊരു കല്ല അവിടെ ഇവിടെ ഇരിക്കുന്നു. എനിക്കതിൽ നിന്ന് ഒന്നും കിട്ടിയില്ല, ഒന്നും കാണാനും പറ്റിയില്ല. ഞാൻ കണ്ടത് മുഴുവൻ ഈ ബാക്കിയുള്ള ദൃശ്യങ്ങളാണ്. എന്താണ് ഓരോരോ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ചെന്നാൽ അവിടെ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് പലരും വന്നു കൂടും. അവിടെ ഇല്ലായ്മയും പൊല്ലായ്മയും ഒക്കെ അവിടെയാണ്, ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ്. ഇതങ്ങോട്ട് കണ്ടു വന്നാൽ എങ്ങനെയാണ് ശ്രീരാമന് ഉറങ്ങാൻ പറ്റുക? തൻ്റെ കുടുംബത്തിൽ, തൻ്റെ രാജധാനിയിൽ വളരെയധികം ലാളനയേറ്റ് രാജകുമാരനാകാൻ പോയി സിംഹാസനത്തിലിരിക്കേണ്ട ഒരു രാജകുമാരൻ ജനങ്ങൾക്കും പിടിക്കും, രാജധാനിയിലുള്ളവർക്കും പിടിക്കും. അങ്ങനെ വളരെ ഭംഗിയായി സന്തോഷത്തോടു കൂടി ജനിച്ചു വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. അവിടെ പോയപ്പോഴോ തനിക്ക് കിട്ടിയ ലാളനയും സുഖഭോഗങ്ങളും അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും വിഷമങ്ങളും കണ്ടപ്പോൾ ശ്രീരാമന് ഉറങ്ങാൻ പറ്റിയില്ല. പലരോടും കണ്ടു, കേട്ടു, സംസാരിച്ചു. അവർക്കൊക്കെ പറയാനുള്ളത് നല്ലതൊന്നുമല്ല, പൊല്ലാത്തത് തന്നെയാണ്. ഓരോ രാജ്യത്തിലുള്ള രാജാക്കന്മാരുടെ ഭരണം എങ്ങനെയുണ്ടെന്ന് അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ജനങ്ങളുടെ പ്രീതി, അപ്രീതി, സുഖം, ഭോഗം എല്ലാവർക്കും ശ്രദ്ധയുണ്ടോ? നിങ്ങൾക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറാൻ പറ്റുന്നുണ്ടോ? കച്ചവടത്തിനായാലും വ്യവസായത്തിനായാലും എല്ലാം ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ
ശ്രീരാമൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ജനകാമാസക്തോ വിവിധ കുകലാചേഷ്ടനപരഃ സദുസ്വപ്നേപ്യസ്മിജ്ജഗതി സുലഭോ നാദ്യ സുജനഃ ക്രിയാ ദുഃഖാസംഗാ വിദുരവിധുര നൂനമഖില ന ജാനേ നേതവ്യ കഥമിഹ ദശ ജീവിതമയീ. ഇതാണ് ശ്രീരാമൻ്റെ സമ്മറി വെർഷൻ. എവിടെ പോയാലും ജനങ്ങളുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നത് കാമമാണ്, ആശയും അത്യാശയും ദുരയുമാണ്. വിവിധ കുകലാചേഷ്ടനപരഃ, എന്ത് തരത്തിലുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യാനും അവർ തയ്യാറാണ്. സദുസ്വപ്നേപ്യസ്മിൻ ജഗതി സുജനോ നാദ്യ സുലഭഃ, സ്വപ്നത്തിൽ പോലും ഒരു നല്ല ആളെ ഈ ലോകത്തിൽ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ക്രിയാ ദുഃഖാസംഗാ വിദുരവിധുര നൂനമഖില, എന്ത് പ്രവൃത്തി എടുക്കുന്ന സമയത്തും എളുപ്പത്തിൽ വേണ്ടതുപോലെ എടുക്കാൻ പറ്റണില്ല. അത് പലതരത്തിലുള്ള വിഷമങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ലേ ലൈസൻസ് രാജ്? അത് അന്നില്ലാത്ത ഇന്നത്തെ പുതിയ വാക്കുകളൊക്കെയാണ്. എന്തെങ്കിലും ഒരു പെർമിഷൻ വേണമെങ്കിൽ എത്ര കൊല്ലം എവിടെയൊക്കെയാണ് അത് പിടിച്ച് കിടക്കണത്? ക്ലർക്കിൻ്റെ ടേബിളിൽ, സൂപ്പർവൈസറുടെ ടേബിളിൽ, അവിടുന്ന് അങ്ങനെയുള്ളവരുടെ ടേബിളിൽ. അവസാനം അത് കിട്ടുന്നത് എപ്പോഴാണ്? ചിലപ്പോൾ മനുഷ്യൻ ചെത്തിട്ടാവും, അപ്ലിക്കൻ്റ് മരിച്ചു പോയിട്ടാണ് ചിലപ്പോൾ പെർമിഷൻ കിട്ടുക. ഇതിനൊക്കെയാണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ. ഒരാൾ ഒരു വ്യവസായം തുടങ്ങാനായിട്ട് അപ്ലൈ ചെയ്തു. ഈ വ്യവസായം ആർക്ക് വേണ്ടിയിട്ടാണ്? അയാൾക്ക് വേണ്ടിയിട്ടാണ്? അല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തോ ഒരു ഉത്പന്നമുണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുകയാണത്. ഇറക്കുമതി ചെയ്യുന്ന സാധനമാവാം. അപ്പോൾ എന്ത് കാര്യവും വേഗം വേഗം ചെയ്യാനും ചെയ്യിപ്പിക്കാനുമുള്ള ഒരു ഭരണ സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയൊന്നുമില്ല. കഷ്ടപ്പെട്ട് 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 ഇന്ന് ചോദിച്ചാൽ 12 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടും. ഇതാണ് നമ്മുടെയൊക്കെ സമ്പ്രദായം. ക്രിയാ ദുഃഖാസംഗ വിദുരവിദുര നൂനമഖില ന ജാനേ നേതവ്യ കഥമിഹ ദശ ജീവിതമയീ. ഈ ജീവിതം ജീവിതം എന്ന് പറയുന്ന ദശയുണ്ടല്ലോ വസിഷ്ഠ മഹർഷിയെ, എനിക്ക് മനസ്സിലാവണില്ല അതിനെ എങ്ങനെയാണ് നയിക്കേണ്ടത്, മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ശ്രീരാമൻ്റെ തീർത്ഥാടനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള നില. അപ്പം ബുദ്ധിയുള്ളവന്, ആലോചിക്കുന്നവന്, സമാജത്തോട് സ്നേഹമുള്ളവന്, ദയവുള്ളവന് ഈ ലോകം ഒരു നല്ല ഫോറമാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഇവിടെ രാജഭരണങ്ങളുള്ള കാലം വളരെ ഉണ്ടായിരുന്നു. ഒരു രാജാവ് നന്നായാൽ ഭരണം നന്നായി, അദ്ദേഹത്തിൻ്റെ മകൻ നന്നായില്ലെങ്കിൽ ഭരണം പൊട്ടയായി. ഒരു രാജാവ് ഇനിയൊരു രാജാവിനെ കീഴടക്കും, എന്നിട്ട് ആ മുതലൊക്കെ അപഹരിച്ചുകൊണ്ട് പോവും. അങ്ങനെയൊക്കെ ആണെന്നല്ലോ നമ്മുടെ സമ്പ്രദായം. ഒരു രാജാവ് ഇനിയൊരു രാജാവിനെ കീഴടക്കണത് എന്തിനാ? ചക്രവർത്തി ആവണത്. എന്നിട്ട് മുതൽ അപഹരിച്ചുകൊണ്ട് പോണത് എന്തിനാ? ആ രാജഭരണകാലത്ത് പോലും അങ്ങനെയുള്ള പ്രവണത മനുഷ്യരിൽ ഉണ്ടായിരുന്നല്ലോ. അതിന് വേറെ ഒരു വകഭേദമുണ്ട് ഇപ്പോൾ എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാവണില്ല. പലരും ചോദിക്കും, ഈ ഭാരതത്തിൽ ഇത്ര അധികം ആധ്യാത്മിക ദർശനമുണ്ടാവുന്നതിന് കാരണം എന്താണ്? ഇതാണ് കാരണം. വിശാലമായിരിക്കുന്ന ഈ ഭൂപ്രദേശം ഒരിക്കലും എല്ലാ കാലത്തും സുഭിക്ഷമായിരുന്ന കാലം വളരെ കുറവാണ്. എന്നാൽ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. 1700കളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ GDP എത്രയായിരുന്നു അറിയാമോ നിങ്ങൾക്ക്? 28% ലോകത്തിൻ്റെ ഒട്ടാകെ ഉള്ളതിൽ. ചൈനയെക്കാളും കൂടുതലായിരുന്നു നമ്മൾ. ബംഗാളിൽ ഗവർണറായിരുന്ന ലോർഡ് ക്ലൈവില്ലേ, അദ്ദേഹം 600 കപ്പലാണ് സ്വർണവും സ്വർണ്ണ ഉൽപ്പന്നങ്ങളും ഉരുപ്പിടികളും കയറ്റി അയച്ചത് ബ്രിട്ടനിലേക്ക്. 600 കപ്പൽ. നിങ്ങളത് കേൾക്കണുണ്ടാവോ? എന്താ ഇന്ത്യ എന്താ അപ്പോൾ? നിങ്ങളൊന്ന് പറയും. ഇന്നും നമ്മുടെ രാജ്യത്തിൽ ക്ഷേത്രത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന സ്വർണം എത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നാൽ നമ്മുടെ ദേവന്മാർക്ക് ആർക്കെങ്കിലും ഒരു മില്ലിഗ്രാം സ്വർണം വേണോ ദേവന് എന്നാണ് എൻ്റെ ചോദ്യം. പെരിഷബിൾ ഗുഡ്സൊക്കെ വിറ്റ് കാശാക്കി നമ്മൾ ബാങ്കിലിടണു. ഈ സ്വർണം മാത്രം എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്?
ആ സ്വർണത്തിന് മുഴുവൻ വേണ്ടി വന്നാൽ സർക്കാരിന് കൊടുക്കും ഒരു ഇൻട്രസ്റ്റ് കൽപ്പിച്ച്, എന്നിട്ട് അവർ തിരിച്ചു തരട്ടെ, അത് സർക്കുലേഷനിലേക്ക് പോട്ടെ, വെച്ചുകൊണ്ടിരിക്കരുത് വെറുതെ. ഭാഗവതത്തിൽ പറയണു, അനാവശ്യമായിട്ട് ഹോഡ് ചെയ്യുന്ന സമ്പ്രദായം അവരെ തസ്കരന്മാരെ പോലെ കണക്കാക്കി ശിക്ഷിക്കണം എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ നിർദ്ദേശം. ഇന്ത്യ ഇന്ന് ലോകത്തിൽ വെച്ച് എല്ലാ രാജ്യങ്ങളെയും പരിഗണിച്ചാൽ ഇന്ത്യയിലുള്ള പൗരന്മാരുടെ കയ്യിലാണ് സ്വർണം ഏറ്റവും കൂടുതൽ. ഈ ഇന്ത്യയാണോ നിങ്ങൾ പിച്ചാന്ന് പറയണത്? ഇവിടെ ദാരിദ്ര്യമുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ദാരിദ്ര്യം ഒരു ഭാഗത്തുള്ളപ്പോൾ ഇവിടെ ധനാഢ്യതയും ധാരാളമുണ്ട്. ഇവിടെ ഈ വ്യത്യാസമാണ് നമ്മളെ ദാർശനികരാക്കി തീർത്തത്. ഒരു വ്യക്തിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ അയാൾ കാണുന്നത് ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളാണ്. ഈ വൈരുദ്ധ്യങ്ങൾ കണ്ട് ശ്രീരാമൻ്റെ മനസ്സ് വല്ലാതെ ഉരുകി എന്തു വേണം എന്ന് മനസ്സിലാകാതെ ശ്രീരാമൻ ചോദിക്കുന്ന ചോദ്യമാണ്, മഹർഷേ, എൻ്റെ മനസ്സിലുള്ള വിഷമമെല്ലാം ഞാൻ അങ്ങയോട് പറഞ്ഞു തന്നു, ഉണർത്തിച്ചു. ഈ വിഷമങ്ങൾ മുഴുവൻ എൻ്റെ മനസ്സിൽ ഉദിക്കുന്ന വിഷമങ്ങളാണ്, എൻ്റെ വിഷമങ്ങളാണ്, എനിക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഈ വിഷമങ്ങൾ തീർന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ വിഷമങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിൽ അങ്ങയുടെ കയ്യിലോ പൂർവികരുടെ കയ്യിലോ എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടായിരുന്നോ? വിശപ്പടക്കാൻ ഭക്ഷണം, തണുപ്പടക്കാൻ കമ്പിളി എന്ന് പറഞ്ഞത് മാതിരി വിഷമമടക്കാൻ എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? ഉണ്ടായിരുന്നുവോ? അങ്ങയ്ക്ക് അറിയാമോ? എനിക്ക് പറഞ്ഞു തരുമോ? തന്നാൽ എനിക്ക് മനസ്സിലാക്കി പ്രയോഗിക്കാൻ പറ്റുമോ? അതിന് പരിഹാരമുണ്ടായി എൻ്റെ വിഷമം തീരുമോ? ഇതിന് ഏതെങ്കിലും ഒന്നിനുള്ള മറുപടി ഇല്ല എന്നാണെങ്കിൽ ഈ രാമൻ ന ഭോക്ഷ്യേന പിബാമ്യംബു നാഥഃ പരിദധേംബരം, ശ്രീരാമൻ പറഞ്ഞതാ. ഈ രാമൻ ഇനി ഊണ് കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, വസ്ത്രം ധരിക്കില്ല. ചിത്രത്തിൽ പെയിൻറ് ചെയ്തിട്ടുള്ള രാമനെ പോലെ ഞാൻ കഴിഞ്ഞുകൂടും എന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോഴാണ് വസിഷ്ഠൻ, എൻ്റെ പൊന്നു കുട്ട, ഇതിന് പരിഹാരമുണ്ട്, എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടത്. യോഗവാസിഷ്ഠ രാമായണത്തിൽ എല്ലാറ്റിലും കൂടി 6 പ്രകരണങ്ങളാണ്. അതിലാദ്യത്തേതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ മാതിരി വൈരാഗ്യ പ്രകരണം, മുമുക്ഷു പ്രകരണം എന്ന് പറയുന്നത്. ജഗദ്ദോഷപ്രകാശം എന്നൊക്കെ പറയുന്നതിന് നമ്മൾ അധിവസിക്കുന്ന ഭൂപ്രദേശത്തിൽ ജനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ അറിയില്ല. അത് അറിയിപ്പിച്ച് തരുന്നതാണ് ഈ യോഗവാസിഷ്ഠ രാമായണത്തിലെ ആദ്യത്തെ പ്രകരണം. അത് കഴിഞ്ഞ് ഈ ലോകത്തിൻ്റെ ഉത്പത്തി എവിടുന്ന, എങ്ങനെ വിഷമിക്കുന്ന മനസ്സിനെയും ഉപശമിപ്പിക്കാനുള്ള വഴി എന്താ, ആ ഉപശമ പ്രകരണത്തിൻ്റെ ഒരു കണ്ടൻസ്ഡ് വെർഷനാണ് നമ്മുടെ ക്വയറ്റിറ്റ്യൂഡ് ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം. അതിപ്പോൾ ഞാൻ മലയാളത്തിൽ തന്നെ, അത് ഞാൻ തന്നെ അത് എഴുതണത്. അപ്പോൾ അത് വെറും തർജ്ജമ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. മലയാളത്തിലേക്ക് മനസ്സമ്പന്നത എന്നുള്ള പേരിൽ നമ്മുടെ വിചാരസരണി മാസികയിൽ ആദ്യത്തെ ലീഡിങ് ആർട്ടിക്കിളായി എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും ഇത് വായിച്ചു നോക്കണം. അത് വായിക്കുമ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോണത്? ത്രേതായുഗത്തിലേക്കാണ് പോണത്. അയോധ്യ രാജധാനിയിലുള്ള സഭാഗൃഹത്തിൽ ശ്രീരാമൻ അവിടെ ഇരിക്കണു. ശ്രീരാമൻ്റെ കൂടെ സഹോദരന്മാരുണ്ട്, അപ്പുറത്ത് ദശരഥനുണ്ട്, 3 അമ്മമാരുമുണ്ട്, നഗരപ്രമുഖരുണ്ട്, മന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. നിറഞ്ഞ ഒരു സദസ്സ്. ഇതിനേക്കാളും വലുതാവണല്ലോ അത്. അവിടെയാണ് രാമനെ നോക്കി വസിഷ്ഠൻ സംസാരിക്കുന്നത്. ആ നിലയ്ക്ക് നിങ്ങൾ ആ സമയത്തേക്ക് നിങ്ങൾ പോകണം. എന്നിട്ട് അവർ തമ്മിൽ ചർച്ച ചെയ്തത് മനുഷ്യൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും അന്തരാത്മാവിനെയും സംബന്ധിക്കുന്ന വിഷയങ്ങളായതുകൊണ്ടാണ് അത് നമുക്ക് ഇന്നും രുചിക്കുന്നതും നാം അഭിലഷിക്കുന്നതും. അവർ സംസാരിച്ച വിഷയം വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളാരും ആ പുസ്തകം തുറന്നെടുക്കാൻ പോകില്ല. ആ ഉപശമ പ്രകരണം, മനസ്സിന് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അന്വേഷണമുണ്ടെങ്കിലും അതെല്ലാം ഉപശമിച്ച് സ്നിഗ്ധ സരളമായി സമ്പൂർണമായി
മുക്തമായി സൗഭാഗ്യം അനുഭവിക്കുന്ന സാഫല്യ ദീപ്തിയോടുകൂടി പരിലസിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. അതാണ് അധ്യാത്മശാസ്ത്രം എന്ന്. അത് പറഞ്ഞു കൊടുക്കുക. ആ പറഞ്ഞതിൽ വിചാരസരണിയിലാണ് ഞാൻ ആ ഭാഗം എഴുതുന്നത്. എല്ലാവരും വായിച്ചു നോക്കേണ്ടതാ. ഇങ്ങനെ ഒരു സംവാദം 16 വയസ്സുള്ള ശ്രീരാമനും വസിഷ്ഠ മഹർഷിയും കൂടി നിറഞ്ഞ സദസ്സിൽ വെച്ച് നടന്നു പോകുന്നു. അതുമാത്രമല്ല കൂട്ടരെ അതിലുള്ള വിശേഷം. ആ വിശേഷം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് രാമൻ ഇങ്ങനെ ജനക മഹാരാജാവ് ഇത് കേൾക്കുന്ന പോലെ കേട്ട് ഉൾക്കൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ച് മറുപടി കേട്ട് അതിനു വേണ്ട ആശയത്തെളിച്ചമുണ്ടായി പോയി 18 ദിവസം നീണ്ടു നിന്നതിൽ ഏതാണ്ട് പകുതി ആവുമ്പോഴേക്കും ശ്രീരാമൻ കണ്ണടച്ച് വസിഷ്ഠർക്ക് പറയാൻ പറ്റിയില്ല. പറച്ചിൽ നിർത്തി. ഉള്ളിൽ ലയിച്ചിരുന്നു പോയി. വസിഷ്ഠൻ്റെ ആ സംസാരത്തിൻ്റെ ശക്തി എത്രയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങളിവിടെ 1.25 മണിക്കൂറാണ് കേൾക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും ഓടാൻ വൈകും. അങ്ങനെയല്ല, കാലത്ത് മുതൽക്ക് വൈകുന്നേരം വരെയായിരുന്നു ഇരിപ്പിലിരുന്ന് കേട്ടത്. പരീക്ഷിത്തും അത് തന്നെയാണ് ചെയ്തത്. അപ്പം അത് കേൾക്കുകയായിരുന്നില്ല, ആയിത്തീരലായിരുന്നു. കേട്ടതെന്തോ അത് ഉൾക്കൊണ്ട് മനസ്സിൽ ലയിപ്പിച്ച് ചേർത്ത് ആത്മസാത്കരിച്ച് അതുപോലെ ആയിത്തീരായിരുന്നു അവിടെ. ആ ആയിത്തീരലാണ് ശ്രീരാമനെ ഉള്ളിൽ ലയിപ്പിച്ചിരുത്തിയത്. സംസാരം നിർത്തി. രാമൻ ബോധത്തോടു കൂടി പുറത്തേക്ക് ദേഹബോധത്തോടു കൂടി വന്നപ്പോഴാണ് തുടങ്ങിയത്. രാമൻ മാത്രമല്ല, കേട്ടിരുന്നവരിൽ പലരും അങ്ങനെയായി എന്നാണ് പറയണേ വാൽമീകി മഹർഷി. അദ്ദേഹം എഴുതിയതാണ് യോഗവാസിഷ്ഠ രാമായണം. നിങ്ങളിതൊക്കെ ഒന്ന് വായിക്കുമപ്പാ. നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ കുറ്റങ്ങളും കുറകളും കാണിച്ചു തരുവാനുള്ളവരേ ഉള്ളൂ. ഈ ലോകത്തിന് എത്ര കുറ്റവും എത്ര കുറയും ഇരുന്നോട്ടെ, ആ കുറ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നതല്ല പ്രകൃതി. സർവ്വ കുറകളെയും വിസ്മരിച്ച് നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒറ്റ മറുപടി നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. കൊല ചെയ്തവനും കിടന്നുറങ്ങുന്നുണ്ട്, പട്ടിണിയുള്ളവനും കിടന്നുറങ്ങുന്നുണ്ട്, മഹാപാപിയും കിടന്നുറങ്ങുന്നുണ്ട്, ഭൂസുര ശ്രേഷ്ഠനും കിടന്നുറങ്ങുന്നുണ്ട്, തപസ്വികളും കിടന്നുറങ്ങുന്നു. എല്ലാവർക്കും ഒരുപോലെയുള്ള ഉൾത്താക്കോലാണ് ഈ ഉറക്കം. ആ ഉറക്കം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ അന്തരാത്മാവിൻ്റെ പൂർണ്ണമായ ആലിംഗനമാണ്. ഓരോ സെല്ലുകളെയും ആലിംഗനം ചെയ്യുകയാണ് അന്തരാത്മാവ്. ആ ആലിംഗനം എല്ലാവർക്കും ഏത് പരിതസ്ഥിതിയിലും സംഭവിക്കാം, നേടിയെടുക്കാം. ശ്രീരാമൻ പുലമ്പിക്കൊണ്ടിരുന്ന ശ്രീരാമൻ ആ പുലമ്പലൊക്കെ നിർത്തി അന്വേഷണക്കാരനായി, ഗവേഷണക്കാരനായി. അതിന് മറുപടി കിട്ടിയതോടുകൂടി ബുദ്ധി മനസ്സിനെ കീഴടക്കി. മനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിയുടെ വെളിച്ചത്തിൽ അങ്ങോട്ട് പോയി രാമൻ ഇങ്ങനെ ഇരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പറഞ്ഞതിൽ രാമനെ ഉപദേശിക്കുകയാണ്. ബന്ധോ ഹി വാസനാ ബന്ധോ മോക്ഷസ്യാദ് വാസനാക്ഷയഃ വാസനാം ത്വം പരിത്യജ്യ മോക്ഷാർത്ഥിത്വമഭിത്യജ. ഹ്രസ്വമായിട്ടുള്ളൊരു ചെറിയ ശ്ലോകമാണ്, 32 അക്ഷരമേ ഉള്ളൂ. ബന്ധോ ഹി വാസനാ ബന്ധോ. നിങ്ങൾ ഏറ്റു പറയാൻ പറ്റുമോ? ബന്ധോ ഹി വാസനാ ബന്ധോ ബന്ധോ ഹി വാസനാ ബന്ധോ മോക്ഷസ്യാത് വാസനാക്ഷയഃ മോക്ഷസ്യാത് വാസനാക്ഷയഃ വാസനാം ത്വം പരിത്യജ്യ വാസനാം ത്വം പരിത്യജ്യ മോക്ഷാർത്ഥിത്വമഭിത്യജ. മോക്ഷാർത്ഥിത്വമഭിത്യജ. എന്താ ഈ ശ്ലോകത്തിന് അർത്ഥം? രാമ ഈ ബന്ധനം എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ പല സ്ഥലത്തും പോയി പലതും കണ്ട് നിൻ്റെ മനസ്സ് പരിതപിക്കുകയാണ്. ഇതിനൊക്കെ കാരണം നിൻ്റെ മനസ്സിലുള്ള വാസന, ആഗ്രഹമാണ്. ആഗ്രഹം നെയ്തുണ്ടാക്കുന്നതാണ് സർവബന്ധനങ്ങളും. അത് നല്ല പോലെ മനസ്സിലാക്കി മോക്ഷം എന്ന് പറയുന്നത് വാസനയില്ലാതെയാവലാണ്. വാസനയുടെ ഉടമസ്ഥനാണ് നീ, വാസന രചിക്കുന്നവനാണ് നീ, നിൻ്റെ മനസ്സ്. ആ മനസ്സിനെ കൊണ്ട്
എനിക്ക് വാസനയും ആഗ്രഹവും വേണ്ടാന്ന് പറഞ്ഞ് വിടുക. അങ്ങനെ വിട്ടാൽ മോക്ഷമായി. വാസനയുള്ളപ്പോൾ ബന്ധനവും. ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കും. നീ ലോകത്തിൽ എന്ത് കണ്ടു, ജനങ്ങൾ എങ്ങനെയായിരുന്നു, ആ കാര്യങ്ങളൊക്കെ അവിടെ അതാത് സ്ഥാനത്ത് ഇരുന്നോട്ടെ. നിൻ്റെ മനസ്സാണ് അവയെ നോക്കിക്കണ്ടത്. പ്രതികരിക്കുന്നത് നിൻ്റെ മനസ്സാണ്. അപ്പോൾ സർവ്വ അനുഭവങ്ങളും നമ്മുടെ മനസ്സിലാണ്, ഉൾത്തലത്തിലാണ്. ആ അനുഭവിക്കുന്ന മനസ്സിലാണ് ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കേണ്ടത്. ബാക്കിയൊക്കെ അവിടെ ഓബ്ജക്റ്റും വിഷയവും ഒക്കേഷനും കാരണവുമായിട്ട് നിൽക്കുകയാണ്. അനുഭവം ഉണ്ടാവുന്നത് നിൻ്റെ മനസ്സിലാണ്. അതിന് മൂലകാരണം ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് ബന്ധനത്തിന് കാരണം. ബന്ധനം തന്നെ. ആഗ്രഹം വിട്ടാൽ മോക്ഷമായി. അതുകൊണ്ട് നീ എന്ത് വേണം? വാസനാം ത്വം പരിത്യജ്യ. ആഗ്രഹത്തെ ഉപേക്ഷിക്കൂ. മോക്ഷാർത്ഥിത്വം അഭിത്യജ. ബാഹ്യവസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തു വേണം? ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിച്ചു എന്ന് കഴിഞ്ഞാൽ പിന്നെ മോക്ഷം വേണമെന്നുള്ള ആശയെയും വിട്ടുകളയൂന്ന്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയണത്? ആഗ്രഹമാണ് ബന്ധനം. ആഗ്രഹം വിട്ടു കഴിഞ്ഞാൽ പിന്നെ മോക്ഷമായില്ലോ. പിന്നെ മോക്ഷം വേണമെന്ന് വിചാരിക്കരുത്. എത്തേണ്ട സ്ഥലം എത്തി. പിന്നെയും നടന്നാൽ ആ സ്ഥലം വിട്ട് പോവുക ചെയ്യുക. ഓരോ സ്റ്റെപ്പും പിന്നെ അകലത്തേക്കാണ് കൊണ്ടുപോവുക. മോക്ഷാർത്ഥിത്വം അഭിത്യജ. ആഗ്രഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് നമ്മുടെ മനസ്സിലാണ്. ഈ ആഗ്രഹങ്ങൾ വിട്ടുകളയാനുള്ള ശക്തി നമുക്കുണ്ട്, നമ്മുടെ പൗരുഷത്തിനുണ്ട്. എങ്ങനെ ആഗ്രഹം വളർത്തി ആഗ്രഹിച്ച വസ്തുക്കളുടെ പിന്നാലെ പോകുന്നുവോ അതുപോലെ വേണ്ടാന്നും വയ്ക്കാം. ഇതിന് ഏറ്റവും തറയ്ക്കുന്ന ഒരു ഉദാഹരണം എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പറയും. പലരും പറയുമ്പോൾ സീത എങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിക്കും. ഇഷ്ടം പോലെ പറയാം. ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ആവാം. പതിനാല് വർഷമാണ് ശ്രീരാമൻ ദണ്ഡകാരണ്യത്തിൽ താമസിച്ചത്. പോകുന്ന സമയത്ത് സീതയോട് വരണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാതെ ഇരിക്കില്ല രാമ, അങ്ങുള്ളപ്പോൾ എനിക്ക് എല്ലാ സ്ഥലവും അയോധ്യ പോലെയാണ്. അങ്ങില്ലാത്തപ്പോൾ അയോധ്യ തന്നെ ഒരു ശ്മശാന ഭൂമിയായിത്തീരും. അതുകൊണ്ട് ഞാനില്ലാതെ പോകുന്ന ചോദ്യമേ ഇല്ല, ഞാൻ വരും, എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ രാമൻ സർവസ്വമാണെന്ന് പറഞ്ഞ് പോയ ആ വനിതയുണ്ടല്ലോ, വളരെ വിശേഷപ്പെട്ടവളാണ്. സീത വളരെ വിശേഷപ്പെട്ട ഒരു സ്ത്രീയാണ്. 2 സ്ത്രീകളാണ് നമ്മുടെ ഭാരതത്തിൽ നമുക്ക് മാതൃകയായിട്ടിരിക്കുന്നത്. ഒന്ന് ജനകപുത്രി, രണ്ടാമത് ദ്രുപദപുത്രി ദ്രൗപദി. ഇവർ 2 പേരുമാണ്. നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കേണ്ടതാണ്. 14 കൊല്ലത്തിൽ 13 കൊല്ലവും ദണ്ഡകാരണ്യത്തിൽ താമസിച്ച് അവിടെയുള്ള രാക്ഷസന്മാരെയും ഖരദൂഷണ ത്രിശിരസ്സുമാരെയും എല്ലാം കൊന്നതിന് ശേഷം ശ്രീരാമൻ പറഞ്ഞു, 1 കൊല്ലം ബാക്കിയുണ്ട്, നമുക്ക് അവിടെ ഒരു കുടീരത്തിൽ പോയി താമസിക്കാം. അറ്റ്ലീസ്റ്റ് ഫോർ 1 year let us have a settlement in a kudira made specially for the purpose. Let us live a life of peacefulness, quietude and composure, so that we will go with an enrichment, with an empowerment born out of spiritual and austere pursuits. എന്ന് പറഞ്ഞിട്ട് they made a kudira and started staying ജനസ്ഥാനത്ത്. അത് മഹർഷിമാരുടെ ഒരു സൂത്രമായിരുന്നു എന്ന് പിന്നെയാണ് മനസ്സിലായത്. രാമൻ വിശ്രമിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ വിശ്രമം അനുവദിക്കാൻ മഹർഷിമാർ തയ്യാറായില്ല. എന്താ കാരണം? രാവണൻ ഖരദൂഷണ ത്രിശിരസ്സുമാരുടെ നേതൃത്വത്തിൽ 14,000 പട്ടാളങ്ങൾ കൊണ്ട് താമസിപ്പിച്ചിരുന്നു ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ. അത് കണ്ടുപിടിച്ചത് മഹർഷിമാരാ. അവർക്കല്ലേ അറിയുള്ളൂ കാട്ടിൽ. ഇന്നത്തെ മാതിരി ഇൻ്റലിജൻസ് ഒന്നും അന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു ഏകൻ രാജ്യം ഉപേക്ഷിച്ച് വന്ന് 13 കൊല്ലക്കാലം ദണ്ഡകാരണ്യത്തിൽ രാക്ഷസന്മാരോട് പൊരുതി നശിപ്പിച്ചുവല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ മതി ഈ 14,000 നേരിടാൻ തീരുമാനിച്ചിട്ട് അവരാണ് പറഞ്ഞത്, എവിടെയാ കുടീരം വയ്ക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ജനസ്ഥാനത്ത് കൊണ്ട് കെട്ടുമെന്ന്. അവിടെ കൊണ്ട് കെട്ടി. താമസിക്കാതെ ശൂർപ്പണഖ വന്നു, ബഹളായി. നിങ്ങൾക്കറിയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഒരു ദിവസം സീതയുടെ പൂന്തോട്ടത്തിൽ ഒരു സ്വർണ്ണമാൻ പ്രത്യക്ഷപ്പെട്ടു. സ്വർണ്ണമാൻ
ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിയത്, വാലൊക്കെ ഒന്നിട്ട് ഇളക്കി. അയ്യോ, സീത മോഹിതയായി. ഷീ ഫെൽ ഇൻ ലവ് വിത്ത് ദറ്റ് ഗോൾഡൻ ഡിയർ. Everybody knows that golden deer was, is and will be an impossibility. But Sita felt it was a reality. And she wanted to have the deer. ശ്രീരാമനോട് പറഞ്ഞു, ആര്യപുത്ര, ഈ സ്വർണ്ണമാനോട് എനിക്ക് വലിയ ആകർഷണമാണ്, എനിക്കതിനെ പിടിച്ചു കൊണ്ടുവന്ന് തരണം. ശ്രീരാമൻ വിചാരിച്ചു, എന്നോട് ഒന്നും ആവശ്യപ്പെടാത്തവളാണ്, ആദ്യമായിട്ട് ഇപ്പോൾ ചോദിക്കുകയാണ് സ്വർണ്ണമാൻ വേണമെന്ന്, പിടിച്ചു കൊണ്ടു കൊടുക്കാമെന്ന്. ആ സമയത്ത് ലക്ഷ്മണൻ ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ പോകരുത്, ഈ സ്വർണ്ണമാനല്ല, നമുക്കിവിടെ ശത്രുക്കളുണ്ട്, 14,000 പടയാളികൾ നേരിട്ടിരിക്കുന്ന സമയമാണ്, ഒക്കെ പോയി, നമ്മളെ ആർക്കും പിടിക്കില്ല, വലിയ ശത്രുക്കളാണ്, നമ്മുടെ സേനയൊക്കെ അയോധ്യയിലാണ്, നമ്മൾ 2 പേരേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് ഇത് മായാപ്രയോഗമാണ് സ്വർണ്ണമാൻ, ഇതിൻ്റെ പിന്നാലെ പോകരുതെന്ന് ലക്ഷ്മണൻ ഉറപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. ഒരേ വസ്തു സ്വർണ്ണമാനാണെന്ന് സീത, അല്ലാന്ന് ലക്ഷ്മണൻ. നിങ്ങൾ പറയൂ, എവിടെയാണ് കാര്യം കിടക്കണേന്ന്? വസ്തുവിലാണോ ആകർഷണം അതോ മനസ്സിലോ? ഒന്ന് പറയുന്നപ്പാ. ഇങ്ങനെയാണ് ഈ ലോകം നമ്മളെ കൊടുക്കണത്. ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ ഇടപെടരുതെന്ന്. അപ്പം രാമൻ പറഞ്ഞു, അതെ, നീ പറയണത് ശരിയാകാം, എന്തായാലും അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പൊന്നമാനെ പിന്തുടർന്ന് അവനെ ശിക്ഷിക്കും. ജാനകി ഒന്നും എന്നോട് ആവശ്യപ്പെടാറില്ല, അതുകൊണ്ട് ഇത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുറപ്പെടുകയും ചെയ്തത്. 5 മിനിറ്റിനുള്ളിൽ രാവണഹസ്തങ്ങളിലായി ഈ ജനകപുത്രി. ലക്ഷ്മണനെയും തുരത്തി, പറയാൻ പാടില്ലാത്തത് പറഞ്ഞ്. ഈ സീതയെ ഞാൻ ഒരിക്കലും എക്സ്ക്യൂസ് ചെയ്യില്ല ലക്ഷ്മണനോട് പറഞ്ഞ വാക്കുകൾക്ക്. ഈ സ്ത്രീ ആരാ ഓടി വന്ന് കയറാൻ? അവർ 2 ആളും ഒരുമിച്ച് ജനിച്ചവരാ, സെക്കൻഡുകൾക്കുള്ള വ്യത്യാസമേ ഉള്ളൂ. സഹോദരന്മാർ തമ്മിൽ ഒരു തരത്തിലുള്ള മതഭേദമോ വ്യത്യാസമോ ഇല്ലാതെ കൃഷ്ണമണിയെപ്പോലെ ലക്ഷ്മണൻ ശ്രീരാമനെ സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് വന്നത്. ഭാര്യയോട് പോലും പറയാതെയാണ് വന്നത്, ഊർമിളയോട് പോലും ചോദിച്ചില്ല. എന്തുപദേശ സുമിത്ര പറഞ്ഞയച്ചത്? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം പോയി വാ. ഇന്ന് മുതൽക്ക് രാമനാണ് ദശരഥൻ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് അങ്ങനെ തന്നു ഭരിച്ചു. ദശരഥൻ മരിച്ചുല്ലോ. സീതയെ ഞാനായിട്ട് കാണുമെന്ന്, അമ്മയായിട്ട് കാണുമെന്ന്. അങ്ങനെ പോയിട്ടുള്ള ലക്ഷ്മണൻ്റെ മുഖത്ത് നോക്കി, നീ ജ്യേഷ്ഠൻ്റെ പിന്നാലെ വന്നത് ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ്, നിൻ്റെ കണ്ണ് എന്നില്ല, നിനക്ക് എന്നെ കിട്ടില്ല, ഞാൻ ഈ പുഴയിൽ ചാടി മരിക്കുന്നു. ഇത് കേട്ടാൽ പിന്നെ ഒരു സഹോദരനോ ഒരു പുരുഷനോ അവിടെ ഇരിക്കാൻ പറ്റുമോ? ഉടനെ വിട്ടു. ചെവി പൊത്തിയെന്നാണ് പറയണേ സീത ഇത് പറയുമ്പോൾ. വനദേവതകൾ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്കാ, ഒരു വരയും വരച്ചിട്ട് അതിൽ ലംഘിച്ചു. ഒരു മനുഷ്യന് വിപത്ത് പിണയ്ക്കുന്നത് മുഴുവൻ അവനവൻ്റെ മനസ്സാണ് കൂട്ടരെ, വേറെ ഒന്നല്ല, മനസ്സാണ്. ആ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്ക് തടസ്സം വന്നാൽ ദ്വേഷമായി, ദ്വേഷം വന്നാൽ ബുദ്ധിയൊക്കെ ഭ്രമിച്ചു മോഹമായി, എന്ത് കുറ്റവും എന്ത് കൃത്യവും ആരും ചെയ്യും. അങ്ങനെ ഒരു നില യോഗവാസിഷ്ഠത്തിലൊക്കെ വിവരിച്ചിട്ട് പറയുകയാണ്, നൈഷ്കർമ്മേണ ന തസ്യാർത്ഥോസ്തി കർമ്മഭിഃ ന സമാധിജപാഭ്യാം വാ യസ്യ നിർവാസനം മനഃ. നൈഷ്കർമ്മേണ ന തസ്യാർത്ഥോസ്തി കർമ്മഭിഃ. ഭഗവത്ഗീതയിൽ പോലും നൈഷ്കർമ്മ്യസിദ്ധി കൈവരിക്കുന്നു കർമ്മയോഗി എന്നൊക്കെയാണ് പറയുന്നത്. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ ഇനി ഈ ലോകത്തിൽ എനിക്ക് ചെയ്യാനോ കൊടുക്കാനോ വാങ്ങാനോ ഒന്നുമില്ല, എനിക്ക് നേടാനൊന്നുമില്ല എന്നുള്ളൊരു ആപ്തകാമത്വം മനസ്സിൽ ഉദിക്കുന്നതാണ് നൈഷ്കർമ്മ്യം. അങ്ങനെയുള്ള നൈഷ്കർമ്മ്യസിദ്ധി കൊണ്ട് അവനൊരു പ്രയോജനവുമില്ല. ന തസ്യാർത്ഥോസ്തി കർമ്മഭിഃ. എന്തെങ്കിലും തരത്തിലുള്ള കർമ്മം ചെയ്തതുകൊണ്ടും അവനൊരു നേട്ടം വരാനില്ല. കേട്ടോളൂ, ന സമാധിജപാഭ്യാം വാ. സമാധി പരിശീലനം കൊണ്ടോ ജപം കൊണ്ടോ ഒന്നും നേടാനില്ല. യസ്യ നിർവാസനം മനഃ. ആരുടെ മനസ്സാണോ
വാസനാരഹിതം, ആഗ്രഹമില്ലാതെ ഇരിക്കുന്നത്. ആ നിരാഗ്രഹിയുണ്ടല്ലോ, അവന് ഒരു തരത്തിലുള്ള നേട്ടവും പിന്നെ ഇല്ല. ഉള്ളത് മുഴുവൻ ഈ ആശയില്ലായ്മയാണ്. അതാണ് നമുക്ക് ആവശ്യം. മനസ്സിൽ നിന്ന് ആശയെല്ലാം പോയാൽ എന്തുണ്ടാവും? ഇപ്പം ജനക മഹാരാജാവ് പറയണത് എന്താ? ന ത്യാഗോ ന ഗ്രഹോ ലയഹാന. ത്യാഗവുമില്ല, ഗ്രഹവുമില്ല, ലയവുമില്ല എന്ന്. അപ്പം മനസ്സ് എന്തായിത്തീരണു? അന്തഃശൂന്യോ ബഹിശൂന്യ ശൂന്യകുംഭ ഇവ അംബരേ അന്തഃപൂർണോ ബഹിഃപൂർണ പൂർണ്ണകുംഭ ഇവ ആർണവേ. എപ്പോഴാണ് നമ്മൾ തുടങ്ങിയത്? എത്ര മണിക്കാണ് നിർത്തണ്ടേ? ഏഴരയോ? അന്തഃശൂന്യോ ബഹിശൂന്യ ശൂന്യകുംഭ ഇവ അംബരേ അന്തഃപൂർണോ ബഹിഃപൂർണ പൂർണ്ണകുംഭ ഇവ ആർണവേ. ആഗ്രഹങ്ങൾ വിട്ടിട്ടുള്ള ആ മനസ്സിൻ്റെ നിലയെ വർണ്ണിക്കുകയാണ് വസിഷ്ഠദേവൻ. എന്താ പറയണത്? അന്തഃശൂന്യ ബഹിശൂന്യ ശൂന്യകുംഭ ഇവ അംബരേ. ഒരു കുടം ശൂന്യാകാശത്തിൽ കൊണ്ടുപോയി എന്നുണ്ടെങ്കിൽ എന്താ ഈ സ്ഥിതി? അതിൻ്റെ ഉള്ളിലും ശൂന്യം, പുറത്തും ശൂന്യം, ഒന്നുമില്ല അവിടെ. അതുപോലെ ആഗ്രഹം അങ്ങോട്ട് പോയി എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്നത് ഈ വിശേഷപ്പെട്ട ഒരു നിലയാണ്. അങ്ങനെ പറഞ്ഞാൽ ഒന്നുമില്ലാതെ ആവുകയാണോ സ്വാമിജി അവിടെ എന്ന് ചോദിച്ചാൽ അല്ല. അന്തഃപൂർണോ ബഹിഃപൂർണ പൂർണ്ണകുംഭ ഇവ ആർണവേ. ഒരു നിലയ്ക്ക് അവിടെ ഒന്നുമുണ്ടാവില്ല. ആഗ്രഹങ്ങളോ അതിനെ തുടർന്നുള്ള മനോവൃത്തികളോ ബുദ്ധിവൃത്തികളോ ഒന്നും ഉണ്ടാവില്ല. അല്ലലില്ല, അലട്ടില്ല, അഹങ്കാരമില്ല, മമതയില്ല, അഭിലാഷമില്ല, ഒന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത നിലയിലാണ് ശരിയായത് നമ്മളെ നിറയ്ക്കുന്നത്. അതെങ്ങനെയാ? അന്തഃപൂർണോ ബഹിഃപൂർണ. അതേ കുടം കൊണ്ടുവന്ന് സമുദ്രത്തിലിടൂ. അതിൽ വെള്ളം നിറച്ച് സമുദ്രത്തിൻ്റെ ഉള്ളിലിട്ടാൽ പുറത്തും പൂർണ്ണമാണ്, അകത്തും പൂർണ്ണമാണ്. അതിന് പ്രത്യേകിച്ചൊന്ന് ഈ സമുദ്രജലമല്ലാതെ കിട്ടാനോ കൊടുക്കാനോ മേടിക്കാനോ ഇല്ല. നാല് ഭാഗത്തും അത്, ഉള്ളിലും അത്. അങ്ങനെ ഒരു വിശേഷപ്പെട്ട നിലയാണ് നമുക്ക് അനുഭവപ്പെടുക. അന്തഃശൂന്യോ ബഹിശൂന്യ ശൂന്യകുംഭ ഇവ അംബരേ അന്തഃപൂർണോ ബഹിഃപൂർണ പൂർണ്ണകുംഭ ഇവ ആർണവേ. ശങ്കരാചാര്യൻ വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നു ധന്യാഷ്ടകത്തിൽ. സമ്പൂർണം ജഗദേവനന്ദനവനം സർവേപി കൽപദ്രുമാഃ ഗാംഗം വാരി സമസ്തവാരിനിവഹാഃ പുണ്യാഃ സമസ്താഃ ക്രിയാഃ വാചഃ പ്രാകൃത സംസ്കൃതാ ശ്രുതിശിരോ വാരാണസീ മേദിനീ സർവാവസ്ഥിതിരസ്യ വസ്തുവിഷയാ ദൃഷ്ടേ പരബ്രഹ്മണി. സർവാവസ്ഥിതിരസ്യ വസ്തുവിഷയാ ദൃഷ്ടേ പരബ്രഹ്മണി. ഈ ലോകം മുഴുവനും സമ്പൂർണം ജഗദേവനന്ദനവനം. ഈ ലോകം മുഴുവനും നന്ദനവനം പോലെ അനുഭവപ്പെടുമത്രേ. സർവേപി കൽപദ്രുമാഃ. കാണുന്നത് മുഴുവൻ സ്വർഗത്തിലെ കൽപ്പകവൃക്ഷങ്ങളാണ്. ഗാംഗം വാരി സമസ്തവാരിനിവഹാഃ. എവിടെ എന്തെല്ലാം ജലം ഒഴുകുന്നുണ്ടോ അതൊക്കെ പുനിതമായ അതിപവിത്രമായ ഗംഗയ്ക്ക് തുല്യമായി തോന്നുന്നു. പുണ്യാഃ സമസ്താഃ ക്രിയാഃ. ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒരുപോലെ പുണ്യകരമായി, പാവനമായി, പവിത്രമായി, ദിവ്യമായി. വാചഃ പ്രാകൃത സംസ്കൃതാ ശ്രുതിശിരോ. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മുഴുവൻ പ്രാകൃതമായാലും സംസ്കൃതമായാലും എല്ലാം വേദാന്ത വാക്യങ്ങൾക്ക് തുല്യമാവും. ശ്രുതിശിരോ വാരാണസീ മേദിനീ. വാരാണസിയെ തേടി ഉത്തർപ്രദേശത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കാണുന്ന ഭൂമി മുഴുവനും ബനാറസായി, വാരാണസിയായി രൂപാന്തരപ്പെടും. എങ്ങനെയാണെങ്കിൽ സർവാവസ്ഥിതിരസ്യ വസ്തുവിഷയാ ദൃഷ്ടേ പരബ്രഹ്മണി. പരബ്രഹ്മം എന്ന് പറയുന്ന ആ സങ്കല്പമുണ്ടല്ലോ, അതിനെ പൂർണ്ണമായി മനസ്സിൽ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് മനോവൃത്തികളെയെല്ലാം പവിത്രമാക്കി ശുദ്ധമാക്കി വികസിപ്പിച്ചെടുത്ത്
ആ ധാരണ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ സർവാവസ്ഥിതിരസ്യ വസ്തു വിഷയ, നമ്മളുടെ അവസ്ഥ എന്തായാലും എല്ലാം തന്നെ ബ്രഹ്മസൂചകവും ബ്രഹ്മവ്യാപ്തവുമായി തീരും. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യൻ പറയാണ്, ബ്രഹ്മപ്രത്യയ സന്തതിർജഗതോ ബ്രഹ്മൈവ സത്സർവതഃ പശ്യാധ്യാത്മദൃശ പ്രശാന്തമനസ സർവാസ്വവസ്ഥാസ്വപി രൂപാദന്യദപേക്ഷിതം കിമഭിതഃ ചക്ഷുഷ്മതാം ദൃശ്യതേ തദ്വത് ബ്രഹ്മവിദഃ സദഃ കിമപരം ബുദ്ധേർവിഹാരാസ്പദം. ശരിയായിട്ടുള്ള ആ ബ്രഹ്മജ്ഞാനം, ഈശ്വരജ്ഞാനം, ആ അനുഭവം വേണ്ടതുപോലെ വന്നു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? ബ്രഹ്മപ്രത്യയ സന്തതിർജഗതോ ബ്രഹ്മൈവ തത്സർവതഃ. സ്വർണം കൊണ്ടുണ്ടാക്കിയ എന്ത് പദാർത്ഥവും സ്വർണമയമെന്നതുപോലെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതെല്ലാം ബ്രഹ്മമയമാണ്, ബ്രഹ്മമയമാണ്. ഈ ഒരു സത്യം അധ്യാത്മദൃഷ്ടിയോടുകൂടി നീ എല്ലാ സമയത്തും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കൂ. അവസ്ഥാഭേദങ്ങൾ ഈ ദർശനത്തെ ബാധിക്കരുത്. ഏതുപോലെ? കണ്ണുള്ളവർക്കെല്ലാം രൂപമല്ലാതെ എന്തെങ്കിലും കാണുമോ? എന്താ ഇവർ മിണ്ടാതെ? കണ്ണുള്ളവർക്ക് രൂപമല്ലാതെ വല്ലതും കാണുമോ? അതുമാതിരി ബ്രഹ്മത്തെ അറിഞ്ഞ ആ ബ്രഹ്മവിത്തിൻ്റെ ബുദ്ധിയിൽ ബ്രഹ്മമല്ലാതെ ഒന്നും ആ ആളുടെ വിനോദത്തിനോ വിഹാരത്തിനോ പാത്രമാവില്ല. നിങ്ങൾ എവിടെയാണ്, എന്ത് ചെയ്യണു, ആ ചോദ്യങ്ങളൊന്നും വരുന്നില്ല. മനസ്സിലും ബുദ്ധിയിലും വിഹരിക്കുന്നത് മുഴുവൻ ഈ ബ്രഹ്മമാണ്. അതുപോലെ ആയിത്തീരും. കണ്ണുള്ളവർ രൂപമല്ലാതെ ഒന്നിനും കാണാത്തതുപോലെ ബ്രഹ്മജ്ഞാനിയുടെ ബുദ്ധിയിൽ ബ്രഹ്മമല്ലാതെ ഒന്നും തന്നെ വിഹരിക്കില്ല. ദേഹാഭിമാനേ ഗലിതേ വിജ്ഞാതേ പരമാത്മനി യത്ര യത്ര മനോയാതി തത്ര തത്ര സമാധയഃ. നമ്മുടെ ദേഹം എന്ന് പറയുന്ന അഭിമാനം, ഞാൻ ജനിച്ചു, ഞാൻ മരിക്കും, ഞാൻ ദേഹമാണ് എന്നുള്ള തോന്നലുണ്ടല്ലോ, ഈ അഭിമാനം മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോയി വിജ്ഞാതേ പരമാത്മനി, പരമാത്മാവിനെ പരമാത്മാ എന്നുള്ള നിലയ്ക്ക് തന്നെ മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ എത്ര എത്ര മനോയാതി, നമ്മുടെ മനസ്സ് എവിടെ വേണമെങ്കിൽ പോയിക്കോട്ടെ, തത്ര തത്ര സമാധയഃ, അവിടെയൊക്കെ നമുക്ക് സമാധി അനുഭവം ഉണ്ടാവും. ദൃഗ്ദൃശ്യ വിവേകത്തിലെ ഒരു ശ്ലോകമാണത്. ദേഹാഭിമാനേ ഗലിതേ വിജ്ഞാതേ പരമാത്മനി യത്ര യത്ര മനോയാതി തത്ര തത്ര സമാധയഃ. So this is the conclusion of the whole thought process. Janaka clearly says that, my dear teacher, I am not able to find anything which I have to renounce. I have not got hold of anything whatsoever. There is no second factor at all. Altogether is one uniform, unbroken, indivisible existence, expression, pervasion and permeation. There is no scope for either holding something or leaving something. I find all kinds of efforts and applications have no meaning or purpose. This is my supreme realization, he says. It is to this extent that you can elevate your mind, elevate your intelligence by a process of inner realization, attunement, harmony and becoming. The beatitude that surges forth from your mind will be absolutely unlimited and dissimilar altogether. This is the way we are supposed to grow. Everything is a treatment administered to the human mind, the emotional mind and the rational intelligence. The intelligence is the only faculty which can act upon the emotional mind. So whatever approach is to be done, you have to use the intelligence, using that as a tool to bring about all kinds of moderation, sublimation, enrichment, empowerment, enlightenment and expansion. Everything has to be brought about by applying your intelligence on your mind. അതാണ് ഈ തത്വജ്ഞാനത്തിന് ഇത്ര വളരെ വിശേഷം. All my life I have felt that our intellectuals are missing the strength of this great treasure. It is a treasure which has to be actualized by the merit of the mind and the intelligence of the human. There is no other instrument for approaching it.
Your own emotional mind and rational intelligence are the only tools to approach this inestimable inner treasure, to actualize it and live in its glory. Suppose you start doing it in this manner, what is the benefit എന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ 1, 2, 3 പ്രതിഫലിക്കും. നമ്മുടെ ശക്തി വർദ്ധിക്കും, വിശ്വാസം വർദ്ധിക്കും, ആന്തരമായിട്ടുള്ള കഴിവും മികവും എത്രയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ബുദ്ധിമുട്ട് വിഷമെന്ന് പറഞ്ഞ് പിന്മാറുന്ന സ്ഥലത്ത് ഞാനത് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കും. ഓടിപ്പോവാതെ ഓടിക്കൂടും, ഓടിപ്പോവാതെ ഓടിക്കൂടും കാര്യങ്ങൾ പരിഹരിക്കാൻ. ഇതാണത് കൊണ്ടുണ്ടാവുക. ചുരുക്കി പറയുകയാണെങ്കിൽ, ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. ആത്മാവിൽ നിന്നാണ് ശരിയായ വീര്യം കൈവരിക, ആത്മവിദ്യയിൽ നിന്നാണ് അമൃതത്വം നേടാൻ പറ്റുക. ഇതാണ് ഇതിൻ്റെ നേട്ടം. അത്ര വിശേഷപ്പെട്ടതാണ്. എങ്ങനെ മനസ്സിലാക്കണം? വളരെ പ്രിയപ്പെട്ട, വളരെ വിലമതിക്കാൻ പറ്റാത്തത്ര വിശേഷപ്പെട്ട ഒരു ഉൾനിധിയാണത് എന്ന് പറഞ്ഞു വേണം നിങ്ങൾ ബാക്കിയുള്ളവരെ ഉദ്ബോധിപ്പിക്കാൻ. നിങ്ങളെല്ലാവരും ഈ ഉൾനിധിയുടെ പ്രതിനിധികളാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഈ സമ്പത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാനും സംസാരിക്കാനും കുറേയൊക്കെ ഇതിനെപ്പറ്റി മറ്റുള്ളവരെ ധരിപ്പിക്കാനും സാധിക്കണം. അപ്പം അതുപോലെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആത്മതത്വ സമീക്ഷ വേണ്ടതുപോലെ നടന്നു എന്ന് നമുക്ക് വിചാരിക്കാം. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇത് വന്ന് കേട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വരാത്തവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, വരുന്നവരുടെ കാര്യമാണല്ലോ നമുക്ക് ആലോചിക്കേണ്ടത്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്, ഒരു നിലയ്ക്ക് കൃതാർത്ഥതയുമുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളിൽ നല്ല കുട്ടികൾ ജനിക്കണം, നല്ല പാരമ്പര്യം തുടരണം. ആ കുട്ടികൾക്ക് ആദ്യമായി വേണ്ടത് കുടുംബസ്നേഹമാണ്. കുടുംബസ്നേഹത്തോടൊപ്പം സമാജത്തെയും അവർ സ്നേഹിക്കണം. ഈശ്വരവിശ്വാസം ഉണ്ടാവണം. പിന്നെ സമാജത്തിലേക്ക് അവരുടേതായ സംഭാവന, അവരുടെ പ്രവൃത്തികൾ മുഴുവൻ കാര്യമായിട്ടുണ്ടാവും വേണം. ഇതെല്ലാം ഉണ്ടായാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സമാജം ഭദ്രമായി തീരും. എല്ലാവർക്കും അതിനുള്ള ഒരു ഭാഗ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഞാൻ മനസ്സാ എല്ലാവരെയും ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഹരി ഹരി. നിങ്ങളെല്ലാവരും നന്നായിരിക്കൂ. ആ ഉൾനിധിയുടെയും മികവിൻ്റെയും പേരിൽ സന്തുഷ്ടരായി ആത്മബലപൂർണരായിരിക്കും. ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നമുക്ക് സമാപന ഓങ്കാരം ജപിക്കാം. ഹരി ഹരി. ഓ എല്ലാവരും നിർഭയരായി നിങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും നിർവ്വാണത്തിന് അധികാരികളാണ്. അമരത്വം കൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജന്മം തന്നെ. അത് ഓർമ്മ വെച്ച് സന്തോഷമായിട്ടിരിക്കും എല്ലാവരും. ഹരി ഓം തത്സത്. ജയ ഗുരു.